Hello, am I audible? So last week ടോക്കിംഗ് ടു റിയൽ പീപ്പിൾ എന്നുള്ളൊരു സീരീസിൻ്റെ വേറൊരു എപ്പിസോഡ്. ഇന്ന് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത് ഫണ്ട് അക്കൗണ്ട് ബ്ലോ അപ്പ് ആക്കിയ ഒരാളാണ്. വാ സുമിത, ക്യാമറ അവിടെ ഇരിക്കും, നോക്കുക വേണ്ട, സംസാരിച്ചാൽ മതി. എത്ര നാളായി ഇപ്പം എൻ്റെ അടുത്തുണ്ട്? ഇപ്പം ജനുവരി 13 തോന്നുന്നു. ഓൾമോസ്റ്റ് 3 മാസം കഴിഞ്ഞു. ഏപ്രിൽ അല്ലേ? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, 4 മാസം കഴിഞ്ഞ്. ഇതിന് മുന്നേ 2 അക്കൗണ്ട് എടുത്ത് ബ്ലോപ്പ് ആയിരുന്നു ആക്ച്വലി. മൂന്നാമത്തെ അക്കൗണ്ട് ഇത് മൂന്നാമത്തെ അക്കൗണ്ട്. 4ാമത്തെ അക്കൗണ്ട് മൂന്നാമത്തെ അക്കൗണ്ട് ഇവിടെ വന്നണക്കെ. ആക്ച്വലി ഫസ്റ്റ് ഫേസ് രണ്ടാമത്തെ അക്കൗണ്ട് എൻ്റെ ബ്ലോപ്പ് ആയപ്പോഴാണ് ഞാൻ ബ്രോയ്ക്ക് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് നേരത്തെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, എനിക്ക് മുമ്പ് അയച്ചിട്ടുണ്ട്. ഇത് ബ്ലോപ്പ് ആയപ്പം ഞാൻ മെന്റർഷിപ്പിൽ വരണമെന്നും പറഞ്ഞ്. ഓക്കെ, അത് വിടാം, മെന്റർഷിപ്പിൻ്റെ കാര്യം. ഫസ്റ്റ് ഫേസ് 5 പാസ്സായി, സെക്കൻഡ് ഫേസായി ഈ 8 അക്കൗണ്ട് ബ്ലോ ആയത്. എന്തോ ആക്ച്വലി പറയാനുള്ളത്? സെക്കൻഡ് ഫേസിലോട്ട് വന്നപ്പോൾ എനിക്ക് ഫസ്റ്റ് ഫേസ് ചെയ്തതിനേക്കാളും നല്ല രീതി പേടിയും ഇമോഷനും എല്ലാം വർക്കൗട്ട് ആയത് അതിനകത്താണ്, സെക്കൻഡ് ഫേസിലാണ്. അല്ല, പേടി ഇമോഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ആക്ച്വലി? പേടി ഇമോഷൻ എല്ലാവർക്കും ഉള്ളതാണ്, ട്രേഡ് എടുക്കുമ്പോഴായാലും എല്ലാം ഉള്ളതാണ്. എന്തോ അക്കൗണ്ട് പാസ്സാക്കണം, എന്തുവാ അത്? സത്യം പറഞ്ഞാൽ നമ്മുടെ ഫിനാൻഷ്യൽ ഇതായിട്ട് വരും, അതിനകത്ത് എൻ്റെ ഇമോഷൻ ബ്ലെൻഡായിട്ടിരിക്കുന്നത്. ഓക്കെ, ഞാനാണെങ്കിൽ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞ് ഞാൻ പണിക്ക് പോകൊക്കെ നിർത്തി ഇതിനകത്തോട്ട് എങ്ങനെയാലും ഇത് പാസ്സാക്കണം, ആ ഒരു മൈൻഡിലായിരുന്നു ഞാൻ. അന്ന് വീട്ടിൽ വന്ന സമയത്ത് ഒരു കറക്റ്റ് ട്രാക്കിൽ പോകുമായിരുന്നു. അതെ, അത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് എടുക്കുന്നതിനാണ് അന്ന് ഈ അക്കൗണ്ട് ട്രേഡ് ചെയ്തോണ്ടിരിക്കും അല്ലയോ? ഫസ്റ്റ് ഫേസ് അന്നേരം ഒരു 1% ഡൗൺ ആയിരുന്നു. എന്നിട്ടും ബ്രോ അത് പാസ്സാക്കി എടുത്തു. അത് 3% ഡൗണിൽ പോയ അക്കൗണ്ട് ആയിരുന്നു അന്നേരം. അത് കയറ്റിക്കൊണ്ട് വന്നതാ. സെക്കൻഡ് എടുത്തു കഴിഞ്ഞ് എനിക്കിത് അതെങ്ങനെയാലും ചലഞ്ച് പാസ്സാക്കണമെന്നുള്ള മൈൻഡാണ്. പിന്നെ അതിനകത്തുനിന്ന് എൻ്റെ നീഡ്സ് എല്ലാം മിറ്റിഗേറ്റ് ചെയ്യണം. ആ ഒരു ഇതിലോട്ട് വന്നു കഴിഞ്ഞപ്പം പിന്നെ എടുത്ത ട്രേഡെല്ലാം പിന്നെ ലോസ് ആയിരുന്നു. ഇനി ഒരു അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ സെയിം മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടോ? അറിഞ്ഞൂടാ, അല്ല, എന്ത് തോന്നുന്നു ആക്ച്വലി? റിഗ്രറ്റ് ഉണ്ടോ കൊണ്ടുപോയതിന്? റിഗ്രറ്റ് എനിക്ക് ബ്രോ അല്ല, ഇങ്ങനെ ബ്രോ ഞാൻ കാരണം എനിക്ക് ഇത്ര നമ്മുടെ സെറ്റപ്പിനെ പറ്റി ഞാൻ പിന്നെ പറയണ്ടല്ലോ. സെറ്റപ്പിന് പുറത്തെടുത്ത എൻ്റെ എടുത്ത അക്കൗണ്ട് സെറ്റപ്പ് ഫോളോ അപ്പ് ചെയ്ത ട്രേഡ്സ് ആക്ച്വലി എത്ര എടുത്ത് സെറ്റപ്പ് ഫോളോ അപ്പ് ചെയ്ത്? അതെനിക്ക് അറിഞ്ഞൂടാ, കുറവല്ലേ കമ്പാരിറ്റീവ്ലി? ഞാൻ ബ്രോ എത്ര ട്രേഡ്സ്? 60 ട്രേഡ്സ്. എത്ര? ഒരു 2 ആഴ്ച കൊണ്ട്? 2 ആഴ്ചയാണോ? 3 ആഴ്ച? 3 ആഴ്ച. ഒരു മാസം ആയില്ല. എന്നാലും 3 ആഴ്ച പോട്ടെ, 4 ഒരു മാസം ആണെങ്കിൽ പോലും നമ്മുടെ സെറ്റപ്പ് വെച്ചിട്ട് എങ്ങനെ ഞാൻ ട്രേഡ് എടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഓവർ ട്രേഡ് ആണ് ആക്ച്വലി ബ്രോ ചെയ്തിട്ടുള്ളത്. അപ്പം 60 ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആകെ ട്രേഡിംഗ് ഡേയ്സ് NFP വീക്ക് ഒക്കെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞ NFP വീക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതും തൊട്ട് മുമ്പുള്ളൊരു വീക്ക് മുതലാ തുടങ്ങിയത്. NFP വീക്കിന് തല. ഇപ്പം NFP വീക്ക് ട്രേഡ് എടുക്കരുതെന്ന് ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടായിരുന്നു ഗ്രൂപ്പിൽ. ആ വീക്ക് അപ്പോഴൊക്കെ എൻ്റെ ബ്രേക്ക് ഈവൻ സ്റ്റേജ് ആയിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് പോകും. അതിന്റെ നെക്സ്റ്റ് വീക്ക് വിഷു ഇല്ലേ, അന്ന് മുതലാ തുടങ്ങിയത്. ഡൗൺ അന്ന് തിങ്കളാഴ്ച ആയിരുന്നു തോന്നുന്നു, വിഷുവിൻ്റെ ആയിരുന്നു തിങ്കളാഴ്ച. അന്ന് മുതലാ തുടങ്ങിയത്. ഡൗൺ ആവും ഡൗൺ ആവും കേറും. പിന്നെ ലോട്ട് കൂട്ടിയും എടുത്ത് ഇല്ല അന്നേരം ഒന്നും ലോട്ട് കൂട്ടുന്നൊന്നുമില്ല. പിന്നെ കറക്റ്റ് എത്ര റിസ്ക് ചെയ്ത്? എത്ര റിസ്ക് ആണ്? 1% റിസ്ക് ആയിരുന്നു എല്ലാ ട്രേഡ്സ്. റിസ്ക് കൂട്ടിയില്ല. 4,750 വരുന്നിടം വരെ ആ സെയിം റിസ്കിലായിരുന്നു. നമ്മുടെ സെറ്റപ്പ് അനുസരിച്ച് 5% ഡൗൺ ആയി കഴിഞ്ഞാൽ 0.5 അത് കട്ട് ഓഫ്. അത്രയും കറക്റ്റ് ഗുഡ് എസ് അല്ലായിരുന്നു. പിന്നെ എവിടെ പോയത്? 4,750 കഴിഞ്ഞ് പിന്നെ ഇരുന്നിട്ട് കൂടുന്നുമില്ല, ഇങ്ങനെ നിൽക്കുക അവിടെ. ട്രേഡ് എടുക്കുന്ന ലണ്ടനിലാണോ അതോ ന്യൂയോർക്ക്? രണ്ടും എടുക്കും. ഒരുപാട് ട്രേഡ് എടുക്കത്തില്ല. ലണ്ടനിൽ ചില ദിവസം ലണ്ടനിൽ ട്രേഡ് കിട്ടത്തില്ല. ഓക്കെ, അല്ലാതെ ഗ്രൂപ്പിലേക്ക് ഓരോരുത്തർ എടുക്കുന്നുണ്ട്. അതിൽ ഞാൻ കുറച്ച് സെലക്റ്റീവായിട്ട് എടുക്കുന്നത്. അന്നേരം പിന്നെ ന്യൂയോർക്കിൽ വന്നിരിക്കുമ്പോൾ ഞാൻ നോക്കിയിരിക്കും. അപ്പോൾ ഒരു ട്രേഡ് ടാർഗറ്റ് പോയി, നെക്സ്റ്റ് ട്രേഡ് ഞാൻ എടുത്തില്ല. ഞാൻ കുറേ നോക്കിയിരുന്ന ഒരു ട്രേഡ് എടുത്ത് അത് SL അടിക്കുവാണെങ്കിൽ ആ SL വിഷയമില്ല. അടുത്ത വീണ്ടും പറഞ്ഞ എടുക്കുമ്പോൾ അത് SL അടിക്കുവാണെങ്കിൽ ഫസ്റ്റ് ട്രേഡ് എടുത്തായിരുന്നെങ്കിൽ പ്രോഫിറ്റ് ആയ. അങ്ങനെ അന്നേരം പിന്നെന്തുവാ കാണിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ ക്ലോസ് ചെയ്തിട്ട് പോകും, ചിലപ്പം ഇരുന്ന് കഴിഞ്ഞാൽ പണി കിട്ടും. എന്താ ടൈമിനുള്ളിലെ ഇതെല്ലാം കാണിക്കത്തുള്ളൂ. ടൈം കഴിഞ്ഞിട്ട് ചെയ്തിട്ടില്ല. ആ ടൈമിനകത്തായിരിക്കും ഓവർ ട്രേഡ് ഫുള്ള്.
ആ ടൈം അത് നല്ല കാര്യമാണ്. സാധാരണ ഞാൻ ആൾക്കാരെ കണ്ടിട്ടുള്ളതിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഒരാളുണ്ട്, പേര് പറയുന്നില്ല, ആള് ട്രേഡിംഗ് വ്യൂ പോലും നോക്കാതെ ട്രേഡിംഗ് വ്യൂ പോലും നോക്കാതെ ഡയറക്റ്റ് മെറ്റാ 5 കയറി ട്രേഡ് പ്ലേസ് ചെയ്യാറ്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്തോന്നു ബെറ്റർ ആണോ? ഇന്നലെ ട്രേഡിംഗ് വ്യൂ സ്റ്റക്ക് ആയിരുന്നു. അത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ട്രേഡ് എടുത്തില്ല. ഇല്ല ട്രേഡ് എടുത്തില്ല, അതുകൊണ്ട് ഞാൻ ലണ്ടൻ ട്രേഡ് എടുത്തില്ല. ഞാനും എടുത്തില്ല, എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. എന്തോ അടുത്ത പ്ലാൻ എന്തുവാ? അടുത്ത അക്കൗണ്ട് എടുക്കണം. എപ്പോഴില്ല, അടുത്ത അക്കൗണ്ട് എടുക്കുന്ന എപ്പോഴായിരിക്കും? അടുത്ത അക്കൗണ്ട് ഒരാഴ്ചക്കുള്ളിൽ എടുക്കും. അതെന്തിനാ ഒരാഴ്ച ബ്രോ കൊടുക്കുന്നു ബ്രോയ്ക്ക് വേണ്ടി? അതിനുള്ള ക്യാഷ് വരാൻ വേണ്ടിയിട്ട്. അതല്ല, ക്യാഷിന്റെ വേണ്ടി അല്ല ഏറ്റവും മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം എന്തുവാ? ക്യാഷ് ചിലപ്പോൾ ഒരാഴ്ച 2 ആഴ്ച. ക്യാഷിന്റെ അല്ല, അത് വിട്. ക്യാഷ് ചിലപ്പോൾ ഇപ്പം ബ്രോയ്ക്ക് ഇപ്പം ഞാൻ തരാമെന്ന് പറഞ്ഞാലും ബ്രോയ്ക്ക് ഇപ്പോൾ വേണേലും അക്കൗണ്ട് എടുക്കാം. അതല്ല ഞാൻ പറയുന്നത്. എന്തുവാ ആക്ച്വലി ഒരു അക്കൗണ്ട് ബ്ലോപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ മിസ്റ്റേക്കുകളെല്ലാം റിയലൈസ് ചെയ്യണം. അടുത്തൊരു അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ. ഓവർ ട്രേഡ് ആണ്. ഓവർ ട്രേഡ് എന്തുകൊണ്ട് ചെയ്തു? അതാണ് അത് ഇമോഷൻ. ഇമോഷൻ, സൈക്കോളജി, ബ്രോ ഞാൻ പറഞ്ഞത് ഞാനിങ്ങനെ ബ്രോയെ കുറ്റപ്പെടുത്തി ഞാൻ ഈ സെയിം മിസ്റ്റേക്ക് എല്ലാം ചെയ്തതാ. നിങ്ങൾ എന്നെ ഏതോ വേറെ ഏലിയൻ പോലെ ഒന്നും കാണണ്ട. ഞാൻ ഇതിനേക്കാളും വലിയ, ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റ് വീക്ക് ഞാൻ പറഞ്ഞ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് ഇമോഷണൽ ഇഷ്യൂസ് ഒക്കെ വീട്ടിൽ നിന്ന് ഉണ്ടായപ്പോൾ ഞാൻ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഉടനെ അക്കൗണ്ട് എടുക്കാത്തതിൻ്റെ മെയിൻ റീസൺ ഞാൻ റിയലൈസ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോഴും ബ്രോ ഞാൻ പറയാം, ബ്രോ റിഗ്രറ്റ് പറഞ്ഞു. അതാ ഞാൻ ആദ്യമായിട്ട് ചോദിച്ചത്. റിഗ്രറ്റ് ഉണ്ടോ അക്കൗണ്ട് പോയതിൽ? റിഗ്രറ്റ് ഇല്ലെങ്കിൽ ബ്രോ ഇവിടെ അടുത്ത അക്കൗണ്ടും ബ്ലോക്ക് ചെയ്യും, ഞാൻ ഉറപ്പായിട്ട് പറയാം. അത് റിഗ്രറ്റ് എന്ന് ചോദിക്കുന്നത് ഇതാ, അതായത് ഇത്രയും വെരി ക്ലോസ് സെക്കൻഡ് ഫേസ് ഓഫ് അക്കൗണ്ടാണ്. ഫസ്റ്റ് ഫേസ് ചലഞ്ച് പാസ്സായി, സെക്കൻഡ് ഫേസ് കൈ കിട്ടി, മറ്റേനേക്കാളും പ്രോഫിറ്റ് ടാർഗറ്റ് കുറവാണ്, എന്നിട്ടും അത് കയ്യിൽ നിന്ന് പോയെന്നുള്ളൊരു തോട്ടുണ്ട് ബ്രോയ്ക്ക്. അയ്യോ അത് പോയല്ലോ, അത് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് റിഗ്രറ്റ് ഉണ്ടോ? ഇന്നത്തെ നല്ലൊരു ട്രേഡ് കണ്ടപ്പോൾ ഇന്നത്തെ ട്രേഡ് നല്ല ട്രേഡ് ആയിരുന്നു. അത് കിട്ടിയായിരുന്നെങ്കിൽ നമ്മളെ ഗ്രൂപ്പിലുള്ളവരെല്ലാവരും ഒരുമിച്ചാണ് ട്രേഡ് എടുത്തത്, എല്ലാവരും നമ്മളെല്ലാവരും. എന്നാലും ബ്രോയ്ക്ക് തോന്നി അത് അയ്യോ എൻ്റെ അക്കൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ? തോന്നിയില്ലേ? ഓപ്പൺ ആയിട്ട് പറ. അക്കൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ എടുക്കാമായിരുന്നു. അതാണ് ഞാൻ റിഗ്രറ്റ് എന്ന് പറയുന്നത്. ഞാൻ അതല്ലാതെ ട്രേഡിംഗിനകത്ത് എടുത്തായിരുന്നു. ട്രേഡിംഗ് അതിൽ കാര്യമില്ല. അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് ഇനിയിപ്പം ബ്രോയ്ക്ക് പറ്റത്തില്ല, ഇനിയിപ്പം ഡെമോയിൽ എടുത്താലൊന്നും സാറ്റിസ്ഫാക്ഷൻ വരത്തില്ല. നമുക്ക് അത് അങ്ങനെയാണ്, അത് എനിക്കറിയാവുന്നില്ല. ഞാൻ പറഞ്ഞിട്ട് ഇത് റിയലൈസ് ചെയ്ത് ഇപ്പം ബ്രോയുടെ ഇപ്പം നിൽക്കുന്ന ലെവലില്ലേ, അവിടെ നിന്ന് ബ്രോ ജസ്റ്റ് ബാക്കിലേക്ക് ചിന്തിച്ച് നോക്കി എന്തെല്ലാം മിസ്റ്റേക്കാണ് ബ്രോ ചെയ്തതെന്നുള്ളത് ചിന്തിച്ച് നോക്കിയിട്ട് ഒരു വീഡിയോ എടുക്കുക. ബ്രോയുടെ തന്നെ ക്യാമറ ഓണാക്കി ഒരു സെൽഫായിട്ടൊരു വീഡിയോ എടുക്കുക. എത്ര ടൈം വേണമെങ്കിലും ആയിക്കോട്ടെ, 10-20 മിനിറ്റ്. എന്നിട്ട് ട്രേഡ് അക്കൗണ്ട് പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ ഈ വീഡിയോ ഇരുന്ന് കേൾക്കുക. വീഡിയോ ഇരുന്ന് ഫുള്ള് കേട്ടതിന് ശേഷം എപ്പോഴെപ്പോഴും ഓവർ ട്രേഡ് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ നേരെ ഈ വീഡിയോ എടുത്തൊന്ന് കാണുക. സെൽഫ് ടോക്ക് എന്ന് പറയുന്നത് ഇതിന് ഞാൻ എല്ലാവരും പറയുന്ന കാര്യം അത്. എന്നിട്ടും പതിയെ ബ്രോ അത് റിയലൈസ് ചെയ്യും, പതിയെ ആ ഒരു ഇതിലേക്ക് എത്തും. അത് എന്തുവാ, ഇപ്പം ഞാൻ പറയട്ടെ, ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല, അതെല്ലാവരും ചെയ്യുന്നേ, ഞാനും ചെയ്തിട്ടുള്ളത്. പക്ഷേ ചെയ്യുന്ന മിസ്റ്റേക്ക് പിന്നെയും കണ്ടിന്യൂ ചെയ്യാതിരിക്കുക. ഇപ്പോൾ ഓവർ ട്രേഡ് ചെയ്തു, അതിൻ്റെ റീസൺ എന്താണെന്നറിയാം, ഇപ്പം ആ ഇഷ്യൂ കണ്ടിന്യൂ ചെയ്യാതിരിക്കുക. എനിക്ക് 1% റിസ്ക് ട്രേഡ് കറക്റ്റ് ആയിരുന്നു. ഞാൻ പറയട്ടെ, ഇതിനൊരു പക്ക കാൽക്കുലേഷൻ. ആക്ച്വലി ഇത് പക്ക കാൽക്കുലേഷനാണ്, മാത്തമാറ്റിക്സ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അത് റിസ്ക് കുറച്ച് ട്രേഡ് എടുക്കുമ്പോൾ എനിക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു അക്കൗണ്ട് ചലഞ്ച് പാസ്സാക്കാനോ ഒരു അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അത് പാസ്സാവാനോ ഫെയിൽ ആവും. എൻ്റെ റിസൾട്ട് കിട്ടാൻ നമ്മുടെ സെറ്റപ്പ് വെച്ച് ട്രേഡ് ചെയ്യണമെങ്കിൽ 15 ദിവസം മതി. ഞാൻ കണക്ക് കൂട്ടിയിട്ട് കറക്റ്റായിട്ടാണ് പറയുന്നത്. 15 ട്രേഡിംഗ് ഡേയ്സ് മിനിമം, അതായത് 2 വീക്സ് മതി മാക്സിമം ചലഞ്ച് പാസ്സാവാനോ അല്ലെ അക്കൗണ്ട് ബ്ലോപ്പ് ആവാനോ. കറക്റ്റ് റിസ്ക് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ചിലരുണ്ട് 3-4 മാസമൊക്കെ ഒരു അക്കൗണ്ട് എടുത്തിട്ട് റൺ ചെയ്തുകൊണ്ട് പോകും. ഒരു പ്രോപ്പർ റിസ്ക് ഫോളോ അപ്പ് ചെയ്യാത്തതുകൊണ്ട് മാത്രം ബ്രേക്ക് ഇനി കിടക്കും, പിന്നെയും മേലെ പോകും. ഒരു സെറ്റപ്പ് ഉണ്ട് നമുക്ക്, അതിനെപ്പറ്റി പറയാൻ ഒരു ക്ലിയർ സെറ്റപ്പ് ഉണ്ട്, അത്യാവശ്യം നല്ല വിൻ റേറ്റ് ഉള്ള സെറ്റപ്പ് ഉണ്ട്. അത് ഫോളോ അപ്പ് ചെയ്യുക. ഫോളോ അപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ ഈസിയാണ്, പക്ഷേ അത് ഫോളോ അപ്പ് ചെയ്യാനാണ് ഏറ്റവും വലിയൊരു പാട്. പറയാതെ എനിക്കറിയാം, ഞാനത് ഇങ്ങനെയല്ല പറയുന്നത്. ഫോളോ അപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾക്കിത് പെട്ടെന്ന് കിട്ടിയതിൻ്റെ ഒരു ഇതാണ്. ഇപ്പം എനിക്കറിയാം ഇതിൻ്റെ ഒരു ഇത്രത്തോളം പല സെറ്റപ്പുകൾ കറങ്ങി അടിച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. അതുകൊണ്ട് എനിക്കറിയാം ഇത് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ അടുത്ത അക്കൗണ്ട് ഞാൻ പറയുന്നത് ഒരിക്കലും ക്യാഷ് വരുമ്പോൾ എടുക്കാന്നുള്ള മൈൻഡ് സെറ്റ് അല്ല. എപ്പോൾ റിയലൈസ് ചെയ്യുന്നു, എപ്പോൾ ഓക്കെ ആവുന്നു, അത് മെൻ്റലി എപ്പോൾ ഓക്കെ ആവുന്നു അപ്പോൾ എടുക്കാന്നുള്ള മൈൻഡ് സെറ്റിൽ അടുത്ത അക്കൗണ്ട് എടുത്താൽ മതി. എപ്പോഴും ലാസ്റ്റ് പറയുന്ന പോലെ ആരെങ്കിലും അക്കൗണ്ട് ബ്ലോക്ക് ആക്കിയിട്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരോട് എന്തെങ്കിലും പറയണ്ട. ഏത് സെറ്റപ്പ് ആണെങ്കിലും റിസ്ക് ഈസ് എവരിതിങ്. റിസ്ക് മാനേജ്മെന്റ് ആണല്ല. റിസ്ക് മാനേജ്മെന്റും പിന്നെ ട്രേഡ് എടുക്കുന്ന ഡെയിലി ഇത്ര ട്രേഡ് അത് തന്നെ.
ഫസ്റ്റ് അക്കൗണ്ട് ചലഞ്ച് പാസ്സാക്കിയപ്പോൾ എന്തോ ആക്ച്വലി ഫീൽ, ഫസ്റ്റ് ഫേസ് ചലഞ്ച് പാസ്സാക്കിയപ്പോൾ എന്തോ ഫീൽ ചെയ്തേ? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഫീൽ ഒന്നും ചെയ്തില്ല. ഒരു ഫീൽ ഉണ്ടായില്ല ആക്ച്വലി. സന്തോഷം, ഉണ്ടായിരുന്നു. കുറച്ച് സന്തോഷം ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് മാറുകയും ചെയ്തു. അങ്ങനെയല്ല ഞാൻ ചോദിച്ചാൽ സെക്കൻഡ് ഫേസിൽ അതിന്റെ എക്സൈറ്റ്മെന്റോടാണോ സെക്കൻഡ് ഫേസിലേക്ക് വന്നത്? അതോ സെക്കൻഡ് ഫേസ് എനിക്ക് ഫസ്റ്റിനേക്കാളും ഭയങ്കര ടഫായിരുന്നു. ടഫായിട്ടാണ്. അത് റീസൺ ഉണ്ട്. ഒന്നാമത്തെ കാര്യം മാർക്കറ്റ് കണ്ടീഷൻ. ഫസ്റ്റ് ഫേസിൽ നിൽക്കുമ്പോൾ ബ്രോ ഫസ്റ്റ് ഫേസ് ചലഞ്ച് പാസ്സാക്കി ഏത് മാസം? കഴിഞ്ഞ മാസം ലാസ്റ്റോടെ ടൈം ഇല്ലയോ? എനിക്ക് ബ്രോയുടെ ഡേറ്റാസ് എന്തെങ്കിലും കഴിഞ്ഞ മാസം ഏത് ടൈം ആയിരുന്നു? കഴിഞ്ഞ മാസം ഞാൻ പറയാം. ഈ മെസ്സേജ് അയച്ചതെന്ന് പറയുന്നത് കഴിഞ്ഞ മാസം എന്തോ ഒരു പകുതി കഴിഞ്ഞ ഒരു സമയത്താന്ന് തോന്നുന്നു. അല്ലല്ല കഴിഞ്ഞ മാസം അല്ലേ? ഏപ്രിൽ 24. അത് തന്നെ. മാർച്ച് 31 ഏപ്രിൽ ആദ്യം ഫസ്റ്റ് വീക്കാ ബ്രോ ചലഞ്ച് പാസ്സാവുന്നത് ഫസ്റ്റ് ഫേസിന്. അപ്പൊ ഏപ്രിൽ പകുതി കൂടുതലും ബ്രോ ഇപ്പൊ ട്രേഡ് ചെയ്തു. അപ്പൊ ഇത്ര ആയിട്ടുള്ളൂ. ഏപ്രിൽ 3 ബ്രോ ചലഞ്ച് എനിക്ക് പാസ്സായെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നത്. ഏപ്രിൽ 3 മുതൽ ഇന്ന് വരെ എന്ന് പറയുമ്പോൾ 10-20 ദിവസം ആവുന്നേ ഉള്ളൂ. 2 ആഴ്ച, ഒരു കഷ്ടിച്ച് 3 ആഴ്ച. ഓക്കെ, അപ്പോൾ ഓവർട്രേഡ് തന്നെയാണ്. മറ്റേ അക്കൗണ്ട് അത്യാവശ്യം ബ്രോ കൊണ്ടുപോയി, ടൗണിൽ പോയി തിരിച്ചു കൊണ്ടുവന്നു, വീണ്ടും ടൗണിൽ വന്ന് വീണ്ടും തിരിച്ച്. അന്ന് നമ്മള് ഒരുമിച്ചിരുന്ന ഇടയില്ലേ, അത് കഴിഞ്ഞിട്ട് എനിക്ക് ഉറപ്പായിരുന്നു ബ്രോ ക്ലിയർ ഔട്ട് ചെയ്യുന്നു. കാര്യം കുറെ കാര്യങ്ങൾ ബ്രോ അതിന്റെ നെക്സ്റ്റ് വീക്ക് ഞാൻ ചലഞ്ച് പാസ്സായി. ശരിയാ, കുഴപ്പമൊന്നുമില്ല. അടുത്ത അക്കൗണ്ട് ഞാൻ പറഞ്ഞിട്ട് ക്യാഷ് വരുമ്പോൾ എടുക്കാന്നുള്ള മൈൻഡ് സെറ്റിലല്ല, റിയലൈസ് ചെയ്യുമ്പോൾ അക്കൗണ്ട് എടുക്കുക. അക്കൗണ്ട് എടുത്ത് തന്നെ ചെയ്യുക. ഇനിയിപ്പോൾ ഒന്നും പുറമോട്ടൊന്നും നോക്കണ്ട, ഡെമോ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഇനിയിപ്പോൾ വർക്ക് ഓൺ യുവർ സെൽഫ്. നാളെ പോലെ പണിക്ക് പോയിക്കണം. ഞാൻ കാര്യം ചുമ്മാ പറയുന്നില്ല, ഈ ട്രേഡ് എന്ന് പറഞ്ഞ് കുത്തി പിടിച്ചിരിക്കണ്ട. 10-15 മിനിറ്റ് വെറുതെ വീട്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ രണ്ടും ട്രേഡ് എടുത്തത്. അതാ ഞാൻ പറയുന്നത്, നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ടൈം കൊടുക്കരുത് ആക്ച്വലി. അതിന്റെ അങ്ങനെയാണ് സെറ്റപ്പിന്റെ ആവശ്യമില്ലല്ലോ. സെറ്റപ്പിന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ടൈം ഉണ്ടെന്നുള്ളതാണ്. എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ എന്തോ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുക, ടൈം എങ്ങനെയും കളയണം. അപ്പം അങ്ങനെ നോക്കുക. എന്തെങ്കിലും കാര്യത്തിൽ വേറെ ഇൻവോൾവ് ആവുക പറ്റുമെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് നമുക്ക് ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യാം. അടുത്ത അക്കൗണ്ട് എടുക്കുമ്പോൾ അങ്ങനെ ചെയ്യും. ഒരാഴ്ച വീട്ടിലോട്ട് പോവാം, അടുത്തല്ലേ, നമുക്ക് ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യും. ഇത് എങ്ങനെ നേരെ ഇമോഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യും, ഞാൻ SL അടിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താണ് ചെയ്യുന്നതൊക്കെ ബ്രോയ്ക്ക് മനസ്സിലാവും. അങ്ങനെ ചെയ്തിട്ട് നമുക്ക് അടുത്ത വട്ടം നോക്കാം. അപ്പോൾ ശരി, എന്നാൽ ശരിയാണ്, വീഡിയോ കട്ട് ചെയ്യാം.